അങ്ങനെ 1% ചാർജിൽ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. രാവിലെ ഒരു ചായ അടിക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി ഒരു സൺറൈസും കണ്ടിട്ടാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് ഡേ 4 ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം എവിടെയെന്നുള്ളത്. തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്തായാലും ആ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. കാർ നമ്മൾ ഇതുവരെ 7 തവണയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സ്ഥലം എവിടെ? ഗ്രാൻഡ് കാനിയോൺ ആണ്. അടിപൊളി വ്യൂ ആണ്. ഇത് സ്ഥലം വന്നിട്ട് ഗണ്ടിക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇന്നും നമ്മുടെ യാത്രയിൽ 4 പേരാണുള്ളത്. ഒന്ന് ദാണ്ടേ ഇങ്ങനെ അറ്റത്തൊരുത്തം പോയിരിപ്പുണ്ട്, അത് KR. 2 സമാധിയായിട്ടൊരുത്തം കിടപ്പുണ്ട്, ഇത് ശ്രീഹരി. ഇത് അപർണ അപ്പൂസൻ. ഓക്കെ, ഇന്ന് ഞങ്ങൾ 4 പേരാണ്. ഇതിന് മുന്നേയും ആൾക്കാർ ജോയിൻ ചെയ്തിരുന്നു. അവരെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഒരു രക്ഷയില്ല കേട്ടോ ഇവിടുത്തെ സൺറൈസ്. നല്ല ഭംഗിയാണ്. കണ്ടല്ലേ, ഒരുത്തങ്ങ് അറ്റത്ത് ഒറ്റയ്ക്ക് പോയി സമാധാനമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു തന്നാണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാണുന്നുണ്ട്. ഒരു 1 കിലോമീറ്റർ നടത്തുണ്ടായിരുന്നല്ലേ? ഏകദേശം 1.5 കിലോമീറ്ററോളം നടന്നു. എന്നിട്ട് നമ്മളിവിടെ ഒരു 5:45 എത്തി. അവിടെ മുതൽ നമ്മളിവിടെ സൺറൈസ് കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. നമ്മൾ ആദ്യം നടന്നപ്പം ഇവിടെ എത്തുന്നതിന് മുമ്പ് നമ്മൾ ആ നടത്തം കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എങ്ങോട്ടാണ് എത്തുന്നത്, ആ കാടിനിടയിൽ കൂടെ ഉള്ള നടത്തമേ. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഈ വ്യൂ കണ്ടു കഴിയുമ്പം കിടിലം, അടിപൊളിയായിരുന്നല്ലേ? അപ്പൂസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതെന്ന് പറയുന്നത് പറ. ടെന്റിലെ സ്റ്റേയും രാവിലെ എണീറ്റിട്ടുള്ള ഈ നടത്തവും, പിന്നെ സൂര്യൻ കുറച്ച് ലേറ്റായി വരാൻ, പിന്നെ വന്നു കുറച്ച് ലേറ്റായി വരാൻ, അങ്ങനെ നമുക്ക് നല്ല സമയമൊക്കെ തന്നു ഇവിടം വരെ എത്താനുള്ള. പതുക്കെ വന്നാൽ മതി. ടെന്റിലെ സ്റ്റേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ക്ഷീണിച്ചോടാ? ഇല്ല. ഈ ടെൻറ്റിലാണ് ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്തത്. ഇത് പെർ ഹെഡ് നമുക്ക് 1400 ആയിട്ടുള്ളത്. കണ്ടില്ലേ, ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. ഈ 1400 രൂപയ്ക്കകത്ത് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡിങ് ആയിരുന്നു. ഈ ടെൻറ്റ് സ്റ്റേ വേണ്ടാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ അല്ലാത്തുള്ള റൂമും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ AC ആണ്. രാവിലെ ഒരു ചായ അടിക്കാം. ഗണ്ടിക്കോട്ട കണ്ടു കഴിഞ്ഞ് അടുത്ത് ബേലം കേവ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിയിലാകെ 50% ചാർജേ ഉള്ളൂ. 150 കിലോമീറ്റർ ഉണ്ടപ്പം പുറകെ ഇരിക്കുന്ന എല്ലാവർക്കും ടെൻഷൻ അടിച്ച് തുടങ്ങി അടുത്ത് എങ്ങോട്ട് പോകുന്നു. ശരിക്കും എന്റെ മോൻ കണ്ട പറയത്തില്ലൂടെ 50 കിലോമീറ്റർ ആണ് ചാർജ് കാണിക്കുന്നത്. റേഞ്ച് വണ്ടി കാണിക്കുന്ന ഡിസ്പ്ലേ കാണിക്കുന്നത് 160 ആണ്. അത് ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ ഓടിച്ച് വന്നതിന്റെ ഗുണം കൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. കാര്യം ഞങ്ങൾ അങ്ങനെ സ്പീഡ് നോക്കി റേഞ്ച് നോക്കിയൊന്നുമല്ല ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം നോക്കിയാൽ മതി. ഏതോ നല്ല ഗ്രാമത്തിൽ കൂടെ ഒക്കെയാണ് പോകുന്നത്. ഭാഷ പോലും അറിയത്തില്ല ചോദിക്കാനായിട്ട്. എന്തായാലും നോക്കാം. ഒരു ചാർജ് സ്റ്റേഷൻ കാണുന്നുണ്ട്, ഒരു പെട്രോൾ പമ്പിനകത്താണ്. അത് ടാറ്റയുടെ ആണ്. വർക്ക് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് അവിടെ പോയി നോക്കാം. അല്ല, അത് ബേലത്തുനിന്ന് നന്ദിയാല എത്തിയാലേ ആ ചാർജിങ് കിട്ടുള്ളൂ. നന്ദിയാല അല്ലേ? നന്ദിയാല ടാറ്റയുടെ മാത്രമേ ഉള്ളൂ, വേറെ സ്റ്റാറ്റിക്കിന്റെ റോഡ് കാണിക്കുന്നുണ്ടല്ലോ. 2 ചാർജറുണ്ട്. ഓക്കെ, ബേലത്തുനിന്ന് നന്ദിയാല 60 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, എന്തായാലും നോക്കാം, പോയി നോക്കാം. ചാർജർ കിട്ടിയില്ലെങ്കിൽ എന്താവും അറിയില്ല. 10-20ഓളം ചാർജിങ് സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ ചാർജറിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് കേരളം, തമിഴ്നാട്, കർണാടകയിൽ മാത്രമായിട്ട്. ഈ 3 സ്ഥലങ്ങളിൽ ഞാൻ ഇതുവരെ പോയിട്ടുള്ളൂ. ആന്ധ്രയിൽ ആദ്യമായിട്ടാണ് ഈ കൊണ്ട് വരുന്നത്. നിലവിലുള്ള ഗൂഗിളിനകത്തും ഫ്ലെക്സ്ഷെയറിനകത്ത് കാണിച്ചേക്കുന്ന സ്റ്റാറ്റിക്, ജിയോ BP, അങ്ങനെ ടാറ്റ, സിയോൺ, ഇത്രയൊക്കെയാണ് കണ്ടിരുന്നത്. ഇതൊക്കെ വെച്ചിട്ടുള്ളത് നോക്കിയിട്ട് വേറെ ഒന്നും കാണുന്നില്ല. ഇവിടെ ഇനി ലോക്കലായിട്ട് വേറെ ഏതെങ്കിലും ചാർജർ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നോക്കണം. ഗൂഗിളിലൊന്നും കാണിക്കുന്നില്ല. എനിവേ, സി. കണ്ണാടി വരടാ. എത്ര കിലോമീറ്റർ അടക്കമുള്ള? 1.5 കിലോമീറ്റർ. ഒരുപാട് വഴിയുള്ളതുകൊണ്ട് ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണം? ഒരുപാട് ഇടവഴികളുള്ള നാട്ടിൽ ആർക്കെങ്കിലും എഴുതിട്ട് വെച്ച് ഇങ്ങോട്ട് പോകണോ?
തീർന്നു. ഭാഷേ ഏറ്റിങ്ങര എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നേരിട്ട് തന്നെ കാണേണ്ടതാ. ക്യാമറയിൽ കൂടെ എത്രത്തോളം കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്ന് മൊത്തം അഡ്വഞ്ചർ ആയിരുന്നല്ലേ പൂസേ? എങ്ങനെ ഉണ്ടെന്ന ദിവസം? ഓക്കെ. നമ്മളുള്ള ചാർജ് കൊണ്ട് എന്തായാലും ഇവിടുത്തെ കേവ് കണ്ടു കഴിഞ്ഞു, ബേലം കേവ് കണ്ടു കഴിഞ്ഞു. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് പുതിയൊരു കേവും കൂടെ കണ്ടത്. അതിന്റെ പേരെന്താ? വില്ല സർഗം അല്ലേ? അപ്പൊ എന്തായാലും അതുകൂടെ ഒന്ന് കണ്ടു കളയാം. റിസ്ക് ആണ്. 38% ഉള്ളത്. 130 കിലോമീറ്റർ ഓടുന്നാണ് കാണിക്കുന്നത്. ഇനിയിപ്പോ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അവിടെ കണ്ടിട്ട് തന്നെ പോവാം. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന വഴിയാണ് ദാണ്ടെ ഈ കാണുന്നുണ്ടോ? ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് വഴിയൊന്നും അറിയാത്തതുകൊണ്ടും ചോദിക്കാൻ ഭാഷ അറിയാത്തതുകൊണ്ടും കിട്ടിയ വഴിയെ കൂടെ നമ്മളീ പോരുന്നു. ആകെ കാണാൻ പറ്റുന്നതുകൊണ്ട് ആ ഒരു വളവിന്റെ സിമ്പിൾ അല്ലാതെ ഒന്നുമില്ല. 40 ഡിഗ്രി ചൂടുണ്ട്. 89 കിലോമീറ്റർ, 25%. ഏതോ കാട്. ഇങ്ങോട്ടാ പോകണ്ടെന്ന് അറിയില്ല. നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട്. 24%, 85 കിലോമീറ്റർ ആണ്. ഒരു വിധമാണ് കേട്ടോ ഇതിനകത്ത് എത്തിയത്. റേഞ്ച് കിട്ടിയില്ല. റോഡ് നല്ല പ്രശ്നം, ചോദിക്കാനും പറ്റില്ല. കണ്ടില്ല, ഇതിനേക്കാളും വളരെ മോശമായിരുന്നു. പല സ്ഥലത്ത് റോഡൊന്നും ഇല്ല. ഏകദേശം ഇനി ഒരു എത്ര മീറ്റർ ഉണ്ട്? 100 മീറ്ററോടാണ് കാണിക്കുന്നത്. ഇത് കണ്ടതിന് ശേഷം എന്തായാലും ബാക്കി നോക്കാം. ഇവിടെ വരെ എത്താൻ വേണ്ടി കുറച്ച് റിസ്ക് എടുക്കേണ്ടി വന്നു. എന്നാലും അതെന്തായാലും നല്ലത് തന്നെയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. കൊള്ളാം. ഇനി ഉള്ള ചാർജ് കൊണ്ട് ഓടി എത്തണം. അകത്തോട്ട് വണ്ടി കൊണ്ട് പോകാൻ തോന്നില്ല, അവർ വിട്ടില്ല. ഇത് മിസ്സാക്കാൻ എന്തെങ്കിലും കാര്യമില്ല. എന്ത്? അതെ, ഇത് സജസ്റ്റ് ചെയ്ത പുള്ളി എന്തായാലും നമുക്ക് നന്ദി വിളിച്ചറിയിക്കുന്നതാണ്. ഒരു രക്ഷയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നത്. ഈ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് അറിയില്ല, വേറെ ടൂറിസ്റ്റിനൊന്നും കാണാറൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് പോകേണ്ട സ്ഥലം കുർണൂർ എന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അത്യാവശ്യം റോഡ് നോക്കുമ്പോൾ കാണാൻ പറ്റും കയറ്റമാണ്. റോഡ് വളരെ മോശമാണ്. വണ്ടിയിൽ 22% 78 കിലോമീറ്റർ പോകുന്നതാണ് കാണിക്കുന്നത്. റോഡിങ്ങനെ ആയതുകൊണ്ട് കുറച്ച് റേഞ്ചൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും. റോഡ് മോശമാണ്. എനിവേ ഏത് രീതിയിലുള്ളവർക്കും വരാൻ പറ്റും കേട്ടോ. പക്ഷേ എല്ലാവരും ഒന്ന് ഒരു ചാർജിങ് സ്റ്റേഷൻ ഒന്ന് നോക്കിയിട്ട് വരുവാന്ന് പ്ലാൻ ചെയ്ത് വരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളിയാണ്. അതെ ഉണ്ടല്ലോ. നമുക്കിനി ചാർജിങ് സ്റ്റേഷനിലേക്ക് 56 കിലോമീറ്റർ, അതായത് ആ സ്ഥലത്തേക്കാണ് 56 കിലോമീറ്റർ. ചാർജിങ് സ്റ്റേഷനും സ്ഥലങ്ങളിൽ 2-3 കണ്ടു. അവിടെ എത്താൻ പറ്റുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പക്ഷെ റോഡ് വളരെയധികം മോശമാണ്. അതുകൊണ്ട് നമുക്ക് ബ്രേക്കൊക്കെ ചെയ്ത് പെതിയെ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് കുറച്ച് റേഞ്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കയറ്റവും ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. ഇതിലേക്ക് റേഞ്ച് ഇല്ല. മാപ്പൊക്കെ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇട്ടേക്കുന്നത്. അതിനകത്ത് കാണാൻ പറ്റും റേഞ്ച് ഒട്ടും തന്നെ ഇല്ല. ആരെയും കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അത് നോക്കുക. പിന്നെ സ്റ്റെപ്പിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കരുതേണ്ടി വരും ഈ സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്ക്. വളരെ റിമോട്ടായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി സൂക്ഷിച്ചു തരണം. 10% ചാർജായി. 35 കിലോമീറ്ററാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഒരു 32 കിലോമീറ്ററിലൊരു ചാർജറുണ്ട്. ചാർജുണ്ട്, പോയി നോക്കാം. അങ്ങനെ 1% ചാർജിൽ നമ്മൾ ചാർജ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. കുറച്ച് റിസ്ക്കായി പോയി.
എന്തായാലും കിട്ടിയ ചാർജർ അടിപൊളിയായിരുന്നു കേട്ടോ. 120 kW ചാർജറാണ് നമുക്ക് എന്തായാലും കിട്ടിയത്. ചാർജർ തന്നെ ഇരിക്കുന്ന ഏരിയയും കൊള്ളാം. ശരിക്കും ഒരു എന്താ ഒരു സ്പേസ് സ്റ്റേഷൻ കണക്കൊക്കെ ഉണ്ട് ഈ ചാർജർ കണ്ടിട്ട്. ഇവിടെ വേറൊരു വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വണ്ടി 2%, മറ്റേത് 88ഓളം ആയിട്ടുണ്ട്. പക്ഷേ അത് കൊള്ളാം കേട്ടോ. അതുകൊണ്ട് ഇവിടെ വേറെയും ചാർജിങ് യൂണിറ്റുകൾ വരാൻ വേണ്ടിയാണ് പണിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അത് ചാർജറെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് ചെയ്തേക്കാൻ നല്ല രസമുണ്ട്. അവിടെ കാണിച്ചു. ഇത് വന്നിട്ട് ഹൈദരാബാദ് ബാംഗ്ലൂർ ഹൈവേയിലാണ്. ഇതിന് മുന്നേ വന്നേക്കുന്നതൊക്കെ നമ്മൾ ചാർജർ എടുത്ത് തന്നെയാണ് വന്നത്. ഇത്രയും നമ്മൾ 0% 1% ആക്കിയിട്ടില്ല. ഇന്നിങ്ങനൊരു യാത്ര പോയതുകൊണ്ടാണ് ഇത്രയും ഇതായി പോകേണ്ടി വന്നത്. മിക്കവാറുള്ള ചാർജ് സ്റ്റേഷൻസ് ഒക്കെ നിൽക്കുന്നത് ഇതിനൊക്കെ നല്ല പാർക്കിംഗ് ഉള്ള ഏരിയ ആയിരിക്കും. അതുപോലെ നല്ല ഹോട്ടൽസും ആയിരിക്കും. ഇവിടുത്തെ ഫുഡും തരക്കേടില്ല, നല്ല ഫുഡ് തന്നെയായിരുന്നു, കുഴപ്പമൊന്നും പറയാനൊന്നുമില്ല. അതുപോലെ മെയിനായിട്ട് പറയാനുള്ളത് ഹോട്ടലിലെ ഫുഡിൻ്റെ മാത്രമല്ല, നല്ല റെസ്റ്റ് റൂം കിട്ടും. ലോങ് ഡ്രൈവ് പോകുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന സാധനമാണ് വാഷ്റൂം. കണ്ടില്ലേ, ഇതിനൊക്കെയുള്ള ഏരിയ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള വാഷ്റൂമും നല്ല ബാത്റൂമും കിട്ടാറുണ്ട്. നമ്മളങ്ങനെ അവസാനം ഹൈദരാബാദ് എത്തി. ഇവിടെ ഉണ്ട് ഹുണ്ടായുടെ തന്നെ ഒരു ചാർജിങ് സ്റ്റേഷനുണ്ട്. പക്ഷെ ഇവിടെ 3 ഗണ്ണേ ഉള്ളൂ. ഇപ്പം 3 ബിസിയാണ്. പിന്നെ നമ്മൾ റൂമിലെത്തി. ഹോസ്റ്റലാണ് റൂം എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റൂം. ഇന്നലത്തെ യാത്ര എന്തായാലും വളരെ അഡ്വഞ്ചറായിരുന്നു. ഓഫ് റോഡിങ്, പിന്നെന്താ ഹൈക്കിങ്, എന്തായാലും കൊള്ളാം. പിന്നെ ത്രില്ലിംഗ് ആയിരുന്നു. ചാർജില്ലാതെ നമ്മൾ ഇപ്പോൾ പെട്ടുപോകുമെന്ന് വിചാരിച്ച സിറ്റുവേഷൻസ് 1% അവിടെ കൊണ്ട് ചാർജ് ചെയ്തു. അതെ, എന്തായാലും കൊള്ളായിരുന്നു. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഈ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. നാളെ രാവിലെ എണീറ്റിട്ട് അടുത്ത യാത്ര തുടങ്ങാനുള്ളതാണ്. അതുകൊണ്ട് അപ്പം എല്ലാവർക്കും ബൈ. ഓക്കെ, സി യു ടുമോറോ.